നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് എന്താണ് വെർബ് എന്നാണ്. നമ്മൾ സബ്ജക്റ്റ് പഠിച്ചു, അതുപോലെ ഒരു സെൻറ്റൻസിൻ്റെ ബേസിക് ആയിട്ടുള്ള സ്ട്രക്ചറെല്ലാം നമ്മൾ പഠിച്ചു. അതെല്ലാം പഠിച്ച് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്ന വെർബാണ്. വെർബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വാചകത്തിലെ കർത്താവ് ചെയ്യുന്ന പ്രവൃത്തിയെ സൂചിപ്പിക്കുന്ന പദമാണ് വെർബ്. അപ്പോൾ എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഞാൻ ദിവസവും പ്രാർത്ഥിക്കുന്നു. ദിവസവും ചെയ്യുന്ന കാര്യമാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ പറയാം? ഐ പ്രേ എവറി ഡേ. നമ്മൾ ദിവസവും ചെയ്യുന്ന കാര്യങ്ങൾ പറയുന്നത് സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലാണ്. അതുകൊണ്ടാണ് ഐ പ്രേ എവറി ഡേ എന്ന് പറയുന്നത്. ദെൻ അടുത്ത സെൻറ്റൻസ് നോക്കാം. അവൾ നന്നായി പഠിച്ചു. അവൾ നന്നായി പഠിച്ചത് എങ്ങനെ പറയും? ഷീ സ്റ്റഡീഡ് വെൽ. ഫസ്റ്റ് സെൻറ്റൻസിനകത്ത് ഈ പ്രേ എന്ന് പറയുന്നതാണ് എന്ത്? വെർബ്. അതായത് കർത്താവ് ചെയ്ത പ്രവൃത്തി. അടുത്ത സെൻറ്റൻസ് എന്താണ്? ഷീ സ്റ്റഡീഡ് വെൽ. സ്റ്റഡീഡ് എന്ന് പറയുന്നതാണ് എന്ത്? വെർബ്. ഷീ സ്റ്റഡീഡ്. ഷീ എന്ന് പറയുമ്പം സബ്ജക്റ്റ്, സ്റ്റഡീഡ് എന്ന് പറയുമ്പം വെർബ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇതെല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ ബൈ.